നല്ല മഴയും തണുപ്പുമുള്ളൊരു ദിവസം നല്ല ചൂടുള്ളൊരു കോഫിയുമായി സ്വയം ഇരിക്കുകയാണെന്ന് കരുതുക. ഈയൊരു നിമിഷത്തിൽ ഞാൻ പുറത്തുള്ള മഴയെക്കുറിച്ച് പരാതി പറയാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നും ചിന്തിക്കാൻ സാധ്യതയില്ല. പകരം എൻ്റെ കയ്യിലുള്ള ഈ ചൂടുള്ള കോഫിയെക്കുറിച്ച് നന്ദിയും സന്തോഷവുമുള്ള വ്യക്തിയായിരിക്കും ഞാൻ. എനിക്കുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നന്ദിയുടെ അനുഭവം എന്നെ ഈ ഒരു നിമിഷത്തിൽ ഫുള്ളി പ്രസന്റ് ആകുവാൻ, ഈ ഒരു നിമിഷത്തെ ആസ്വദിക്കുവാൻ സഹായിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അത് നമുക്കില്ലാത്ത കാര്യങ്ങളിൽ നിന്നും നമുക്കെന്തുണ്ട് എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ അതായിരിക്കുന്നത് പോലെ അംഗീകരിക്കുവാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചകളിലൂടെയും താഴ്ചകളിലൂടെയും സ്മൂത്തായി നാവിഗേറ്റ് ചെയ്യുവാനും സഹായിക്കുന്നു. ഉദാഹരണമായി, ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കാം. അത് വളരെ സ്ട്രെസ്സും ആങ്സൈറ്റിയും നിറഞ്ഞ സാഹചര്യമായി തീർച്ചയായും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ഈ പേഴ്സ്പെക്റ്റീവിൽ സാവധാനം മാറ്റം കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ കുടുംബവുമായി ചിലവഴിക്കാൻ സാധിക്കുന്ന എക്സ്ട്രാ ടൈമിനായി നന്ദി പ്രകാശിപ്പിക്കാം. പുതിയ ജോലി സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള അവസരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ തിരക്കടിക്കാതെ ആസ്വദിച്ച് പ്രാതൽ കഴിക്കാൻ കിട്ടിയ അവസരത്തെക്കുറിച്ച് നന്ദി പ്രകാശിപ്പിക്കാം. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യം അനുസരിച്ച് ഈ നന്ദി പ്രകാശനങ്ങൾ വ്യത്യാസപ്പെട്ടേക്കാം. റാഡിക്കൽ ആക്സെപ്റ്റൻസ് എന്ന പുസ്തകത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുന്നതിന് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ദിവസവും കുറച്ച് മിനിറ്റുകൾ എടുത്ത് നന്ദി തോന്നുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് എഴുതാം. അത് നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രകൃതിയിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ചയോ ആകാം. ഇത് നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം കൊണ്ടുവരുന്നു, പോസിറ്റീവിൽ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു. ഉദാഹരണമായി, ഞാൻ ഇന്ന് കഴിച്ച രുചികരമായ ആഹാരത്തിനായി നന്ദി പറയുന്നു. ഇന്ന് എനിക്ക് കൂട്ടുകാരിയിൽ നിന്നും കിട്ടിയ കംഫർട്ടിംഗ് ആയ കോളിനായി നന്ദി പറയുന്നു. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ നന്ദിയുള്ളവളാകുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. 2. മറ്റുള്ളവരോട് നന്ദി പ്രകാശിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് മെസ്സേജിലൂടെയോ നേരിട്ടോ നന്ദി പ്രകാശിപ്പിക്കാം. ഇതിലൂടെ മറ്റുള്ളവരെ പരിഗണിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുടെ അനുഭവം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി, കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോട്, അയാളുടെ സപ്പോർട്ടിനോ പ്രതിസന്ധിയുടെ സമയത്ത് കൂടെ നിൽക്കുന്ന കൂട്ടുകാരോടോ, നമ്മെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളോടോ നന്ദി പറയാം. 3. മൈൻഡ്ഫുൾ അപ്രിസിയേഷൻ. ദിവസത്തിലുടനീളം ഈ ഒരു നിമിഷത്തെ, പ്രസന്റ് മൊമെന്റിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ സമയം കണ്ടെത്താം. ഇതിനായി നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. അത് മുഖത്തടിക്കുന്ന ഇളം വെയിലോ, കിളികളുടെ ചിലയ്ക്കുന്ന സ്വരമോ, അല്ലെങ്കിൽ കിടക്കുന്ന ബെഡിൽ നിന്നും കിട്ടുന്ന ആ ഒരു കംഫർട്ടോ എന്തുമാകാം. മൈൻഡ്ഫുൾ അപ്രിസിയേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനായി യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതിയെ കണ്ടാസ്വദിക്കുവാൻ സമയം കണ്ടെത്താം. ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ രുചിയും മണവും ടെക്സ്ചറും ശ്രദ്ധിച്ച് അതുണ്ടാക്കാൻ മറ്റൊരാൾ കൊടുത്തിട്ടുള്ള എഫേർട്ടിനെ കുറിച്ച് ഓർത്ത് നന്ദിയുള്ളവരാകാം. 4. റിഫ്ലക്റ്റിംഗ് ഓൺ ചലഞ്ചിങ് എക്സ്പീരിയൻസസ്. നമ്മൾ കടന്നുപോയ പല പ്രതിസന്ധികളെയും നന്ദിയുടെ ലെൻസിലൂടെ നോക്കാൻ ശ്രമിച്ചാൽ അതിലൂടെ നമ്മൾ വളർന്നതും പല പാഠങ്ങൾ പഠിച്ചതും മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പ്രതികൂല സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കിയത്, കൂടുതൽ സഹാനുഭൂതിയുള്ള വ്യക്തിയാക്കിയത്, അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾക്കോ പേഴ്സണൽ ഗ്രോത്തിനോ കാരണമാക്കിയതെന്ന് ചിന്തിക്കാം, നന്ദി പറയാം. പ്രയാസകരമായ ഒരു റിലേഷൻഷിപ്പിൽ അതെങ്ങനെ ക്ഷമ പഠിക്കുവാനും ആളുകളെ മനസ്സിലാക്കുവാനും ആവശ്യമായ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുവാനും കാരണമായി എന്നതിന് നന്ദിയുള്ളവരാകാം. 5. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ. ഇതിനായി നിശബ്ദമായ ഒരു ഇടം കണ്ടെത്തി കണ്ണുകൾ അടച്ചിരിക്കാം. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ നന്ദി ഉളവാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കാം. മനസ്സും ഹൃദയവും നന്ദി കൊണ്ട് നിറയുന്നതായി സങ്കല്പിക്കാം. സംതൃപ്തിയും ശാന്തതയും
അനുഭവിക്കാൻ ശ്രമിക്കാം. ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ ഈ നന്ദി കൂടുതൽ ആഴപ്പെടുന്നതായി, സ്ട്രോങ് ആവുന്നതായി സങ്കല്പിക്കാം. നന്ദി പ്രകാശനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ അക്സെപ്റ്റൻസ്, ജീവിതത്തെ അതായിരിക്കുന്നത് പോലെ അംഗീകരിക്കുവാൻ നാം പഠിക്കുന്നു. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനും അതുകൊണ്ട് കിട്ടുന്ന പല പാഠങ്ങളും സന്തോഷങ്ങളും തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ സ്മൂത്തായി നാവിഗേറ്റ് ചെയ്യുവാനും ഓരോ നിമിഷത്തെയും അപ്രിഷിയേറ്റ് ചെയ്ത് മനഃശാന്തിയും ലൈഫ് സാറ്റിസ്ഫാക്ഷനും നിലനിർത്തുവാനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് സഹായിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവായ അനുഭവങ്ങളെ ഡിസ്മിസ് ചെയ്യുന്നു, തള്ളിക്കളയുന്നു എന്നല്ല അർത്ഥം. മറിച്ച് അവയുടെ ഇടയിലും നല്ലതിനെ തിരിച്ചറിഞ്ഞ് നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. റീസെന്റ് ന്യൂറോ സയൻസ് പഠനങ്ങൾ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മുടെ തലച്ചോറിനെ റീവയർ ചെയ്യാൻ സഹായിക്കുന്നുവെന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളിൽ പോസിറ്റീവ് ഇമോഷൻസുമായി ബന്ധപ്പെട്ട ന്യൂറൽ പാത്വേസ് കൂടുതൽ ശക്തമാകാനും അത് ഡീഫോൾട്ട് മോഡാകാനും കാരണമാകുന്നു. ഇത് ഏതൊരു സാഹചര്യത്തിലും നല്ലതിലേക്ക് നോക്കുവാൻ സഹായകരമാകും. മറ്റൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഹാർട്ട് റിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത്. നമ്മുടെ ഹാർട്ട് ബീറ്റ് റെഗുലറും സ്മൂത്തുമാകുന്നു. അങ്ങനെ നമ്മുടെ ഫിസിക്കലും ഇമോഷണലും കൊഗ്നിറ്റീവുമായ ഫങ്ഷൻസ് കൂടുതൽ മികച്ചതായി മാറുന്നു. കൂടാതെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ, ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ഉറക്കം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് യഥാർത്ഥത്തിൽ കണ്ടേജിയസ് ആണ്, ഒരു പകർച്ചവ്യാധിയെ പോലെയാണെന്നും പറയാം. നമ്മൾ മറ്റൊരാളോട് നന്ദി കാണിക്കുമ്പോൾ ആ ഒരു വ്യക്തി മറ്റുള്ളവരോടും നന്ദി പ്രകാശിപ്പിക്കാൻ അത് കാരണമാകുന്നു. അങ്ങനെ ഈ ഒരു റിപ്പിൾ ഇഫക്റ്റ് സോഷ്യൽ ബോൺസിനെ ഇംപ്രൂവ് ചെയ്യുവാനും ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു.